عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിർളല്ലാഹ്. പഞ്ചായത്ത് മുതൽ അസംബ്ലി, പാർലമെന്റ് വരെ ഇലക്ഷൻ വേളകളിൽ സംവിധായകർ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് നല്ലൊരു ഭരണകൂടം വന്നു കാണാം എന്ന ആഗ്രഹത്തിൽ വളരെ നിശ്ചയദാർഢ്യത്തോടെയാണ് അവർ വോട്ടിംഗ് യന്ത്രത്തിൽ വിരലുകൾ അമർത്തുന്നത്. ഓരോ നാടിനും രാജ്യത്തിനും സ്റ്റേറ്റിനും രാഷ്ട്രത്തിനുമൊക്കെ ഭരണം ആവശ്യമാണ്. ഭരണാധികാരികൾ അവിടെ അധികാരത്തിൽ വരുമ്പോൾ ജനക്ഷേമമാണ്, ജനങ്ങളോട് ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട് എന്നൊരു തിരിച്ചറിവോടെ മഹത്തായ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പ്രതിജ്ഞ എടുക്കുകയാണ് ഏറ്റവും പ്രധാനം. അഹങ്കരിക്കാനോ ദമ്പ് നടിക്കാനോ പ്രശംസയ്ക്കോ ഒന്നും അല്ലല്ലോ. അതാ നോക്കൂ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണം ലോകമൊക്കെ പ്രശംസിക്കപ്പെട്ടതാണ്. എല്ലാ വിഭാഗം ആളുകളും പുകഴ്ത്തി പറയുന്നു. ജനപ്രിയനായ നേതാവ്. മഹാനവറുകൾ ഷാമിലേക്ക് പോവുകയാണ്. കൂടെ പരിചാരകൻ സേവകനുമുണ്ട്. വാഹനത്തിൻ്റെ മുകളിൽ ഭരണാധികാരി അല്പം സഞ്ചരിക്കും, പിന്നെ ഇറങ്ങും, വൃദ്ധനെ വാഹനത്തിൻ്റെ മുകളിൽ കയറ്റും, ഭരണാധികാരി നടക്കും. ഇങ്ങനെ മാറി മാറി പോകുന്നു. ഷാം അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ നേരത്ത് ആ സ്റ്റേറ്റിൻ്റെ ഗവർണർ അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, ഖലീഫ, ഇവിടുത്തെ പ്രമുഖന്മാരെല്ലാം അങ്ങയെ കാണാനും സ്വീകരിക്കാനും വരികയാണ്. ഫലാ യുഹ്സിനു അൻ യറൗക അലാ ഹാദൽ ഹാൽ. ഈ ഒരവസ്ഥയിൽ അങ്ങയെ അവർ കാണുന്നത് ശുഭകരമല്ല. അഥവാ ഒരു ഭരണാധികാരി അതിൻ്റെ കെട്ടും മട്ടും പ്രൗഢിയോടെ വരണം എന്നർത്ഥത്തിലാകാൻ പറഞ്ഞത്. മഹാനായ ഉമർ തങ്ങളുടെ പ്രതികരണം നോക്കുക. ഇന്നമാ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫലാ നുബാലി മിൻ മഖാലത്തിൻ നാസ്. അള്ളാഹു നമ്മെ വിശുദ്ധ ഇസ്ലാം കൊണ്ട് യോഗ്യരാക്കിയവരാണ്. അതാണ് നമ്മുടെ പ്രൗഢി, അതാണ് നമ്മുടെ അഭിമാനം. ജനങ്ങൾ എന്തു പറയുന്നു എന്നത് ഇവിടെ വിഷയമല്ലല്ലോ. നാം ഇതിൽ വായിച്ചെടുക്കേണ്ടത് വളരെ വളരെ വിനയം. ഭരണം അതിന് തടസ്സമായിരുന്നില്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഭരണാധികാരികൾ എത്തുക എന്നത് വലിയൊരു ദൗത്യ നിർവഹണമാണ്. അതെങ്ങനെ? തങ്ങളുടെ ഭരണത്തിൽ യാതൊരു കക്ഷിത്വം കാണിക്കാതെ, വിഭാഗീയത കാണിക്കാതെ, പക്ഷപാതിത്വം കാണിക്കാതെ ജനസേവനം എന്ന ഒരു മഹത്തായ ആശയം മുഖമുദ്രയാക്കുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും അവരെ പ്രിയപ്പെട്ടതായി കാണും. ഒരിക്കൽ കൂടി നമുക്ക് ആ സംഭവം ഒന്ന് ഓർക്കാമല്ലോ. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഹിംസിൻ്റെ ചുമതല ഏറ്റ ഒരു സന്ദർഭം. ആ ഇടയ്ക്കാണ് റോമൻ ചക്രവർത്തിയും സംഘവും ഹിംസിലേക്ക് കടന്നു വരുന്നു എന്ന വാർത്ത. അപ്പോൾ മുസ്ലിം സേന വിചാരിച്ചു, വെറുതെ എന്തിനാ പ്രശ്നത്തിൽ നിൽക്കുന്നത്, നമുക്കവിടെ ഏറ്റുമുട്ടാനുള്ള സമയമല്ലല്ലോ, നമുക്ക് ഈ പ്രദേശം വിട്ട് പോയി കളയാം. എന്നാൽ ഹിമ്മസിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സഹോദരങ്ങൾ വന്നുകൊണ്ട് ഖാലിദ് തങ്ങളോട് പറയാണ്, അയ്യുഹൽ ഖായിദ് ലഖദ് അറഫ്നാ ഫി അയ്യാമിൻ ഖലീല അദ്ലക്കും വഇഹ്സാനക്കും. ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾ നിന്ന് നിങ്ങളുടെ നീതിയും നന്മയുമൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടം വിട്ടുപോവുക എന്ന നിങ്ങളുടെ ആ ഒരു ആലോചന ഒന്ന് ഉപേക്ഷിക്കണം. വൈനന നദ്ഉക അലാ അൻ തസ്ബിറ വതുഖാതില. ക്ഷമിച്ചുവിടെ നിൽക്കൂ, വേണ്ടി വന്നാൽ പോരാടൂ. വനഹ്നു മഅക നുഖാതിൽ. ഞങ്ങളും അങ്ങയോടൊപ്പം പോരാട്ടത്തിനുണ്ടാകും. ഇത് പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പർമാരെല്ലാം തൻ്റെ ഭരണത്തിൽ കഴിയുന്ന ന്യൂനപക്ഷമായ ക്രൈസ്തവ സഹോദരന്മാർ. എന്തുകൊണ്ട് അവർക്കിത് മുസ്ലിം ഖലീഫയോട് പറയാൻ തോന്നി? ഭരണത്തിൽ ജനക്ഷേമവും ജനപ്രിയ നടപടികളും ഏതൊരു വിഭാഗത്തെ തരം തിരിച്ചുകൊണ്ട് കാണാതെ എല്ലാവരോടും സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സഹിഷ്ണുതയുടെ അത്യുജ്വലമായ ഭരണമാതൃകകൾ അവർക്ക് മുന്നിൽ പ്രകടിപ്പിച്ചു, സമ്മാനിച്ചു. അപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്. ഭരണാധികാരികൾ എപ്പോഴും വിനയവും
സൗഹൃദവും സഹിഷ്ണുതയും രഹിതമായ മനോഭാവം പ്രകടിപ്പിക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെക്കുറിച്ചും നാം സൂചിപ്പിച്ചിട്ടുണ്ട്. പല നല്ല നടപടികളുടെ കൂട്ടത്തിൽ തൻ്റെ കത്തിൽ ഒരു വരികളാണല്ലോ, ഫന്ദുർ അഹ്ല ദിമ്മത്തി, കീഴുദ്യോഗസ്ഥർ എഴുതിയത്, അഹ്ലു ദിമ്മത്തിനെ, മറ്റു സമുദായത്തിലെ ആളുകളെ താങ്കൾ പരിഗണിക്കണേ, ഫർഫുഖ് ബിഹിം, അവരോട് വളരെ വിനയ ഭാവത്തിൽ പെരുമാറണം. അവരിലാരെങ്കിലും വ്രതപ്രായത്തിലെത്തിയാൽ അവരെ കണ്ടെത്തി അവർക്ക് വിഷമമുണ്ടെങ്കിൽ ജീവിത കാര്യങ്ങൾക്കൊക്കെ സഹായിക്കണം. തോന്നുന്ന നടപടികൾ ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ അവിടെ ക്രൈസ്തവ വിഭാഗമുണ്ടാകും, ജൂത വിഭാഗമുണ്ടാകും. എല്ലാവരും മനുഷ്യരാണെന്ന ഒരു തിരിച്ചറിവിൽ പെരുമാറണമെന്നാണല്ലോ ഈ ഭരണാധികാരികളൊക്കെ കീഴുദ്യോഗസ്ഥന്മാരോട് ഓർഡർ ഇട്ടത്. ഈ ഒരു നല്ല നടപടിക്രമങ്ങളിലൂടെ രാജ്യത്ത് പിന്നെ വിഘടനവാദങ്ങൾ ഉണ്ടാവില്ല. ഇത് നമ്മുടെ പഞ്ചായത്ത് തലം മുതൽ സമൂഹത്തിൻ്റെ ജനതയുടെ അധികാരം ഏൽക്കുന്നവരൊക്കെ വളരെ കരുതലോടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് നീതിയും സത്യവും ധർമ്മവും. ഒപ്പം ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർ പല സ്വപ്നങ്ങളും ഉണ്ടാകും. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇവിടെ മെച്ചപ്പെടണം, അല്ലേ? ചെറിയ താഴെ തലത്തിലെ അംഗൻവാടി മുതൽ സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെ യൂണിവേഴ്സിറ്റി, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ മികവാർന്നതാവുകയും ഓരോ ഇടങ്ങളിലും പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾക്ക്, മക്കൾക്ക് പഠിച്ചു വരാനുള്ള പഠനശാലകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ നല്ല നിലയ്ക്ക് പ്രാവർത്തികമാവുകയും ആവശ്യമായ അറിവ് കിട്ടാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കാൻ സർക്കാരുകൾ ജാഗ്രത പാലിക്കേണ്ടതുമുണ്ട്. ഇത് ജനങ്ങൾ വളരെ തിരിച്ചറിവോടെയാണ് ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്ത് അധികാരത്തെത്തുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ആരോഗ്യരംഗം ആണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലുകൾ, നമ്മുടെ മെഡിക്കൽ രംഗത്തുള്ള എല്ലാവിധ വീഴ്ചയും, ഡോക്ടർമാരുടെ സേവനമൊക്കെ ഉറപ്പുവരുത്തണം. മെഡിക്കൽ, പാരാമെഡിക്കൽ പഠന സംവിധാനമൊക്കെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്രമീകരണം തുടങ്ങി എന്തൊക്കെയാണ് ആതുര ശുശ്രൂഷ മേഖലയിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നത് ജനങ്ങളുമായി ഒത്തുചേർന്ന്. ഇപ്പോൾ സന്നദ്ധ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. അവരെയുമൊക്കെ കൂട്ടായ സഹകരണങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾ ആരോഗ്യ മേഖലയിൽ വിഷമിക്കാത്ത ഒരവസ്ഥ വിശേഷം. അതുപോലെ ഇവിടുത്തെ കാർഷിക രംഗം, വ്യാവസായിക രംഗം, ഇതെല്ലാം പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃഷി മേഖലയുടെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങൾ അതിന് പര്യാപ്തമാക്കുകയും, കൃഷി വകുപ്പൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലൊക്കെ, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും ഈ രംഗത്തൊക്കെ വകുപ്പ് ഉണ്ടാകാം. അത് ഉണ്ടായാൽ പോരാ, അതിൻ്റെ ചുമതലയേൽക്കുന്ന മിനിസ്റ്റർ മുതൽ കീഴുദ്യോഗസ്ഥർ മുതൽ അതിൻ്റെ വികസനം എത്രമാത്രം ബൃഹത്താക്കാം എന്ന ഒരു ചിന്തയിൽ വ്യവസായങ്ങൾ വളരണം, ഫാക്ടറികൾ ഉണ്ടാകണം, കമ്പനികൾ പ്രവർത്തിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ നീക്കി നാടിന് ശുദ്ധിയുള്ള സംശുദ്ധമായ ഒരവസ്ഥ വരുത്തി റോഡും പാലങ്ങളും വഴിയോരങ്ങളുമൊക്കെ ഗതാഗത യോഗ്യമാക്കി മനോഹരമാക്കി നാടിൻ്റെ നാനാവിധത്തിലുമുള്ള പുരോഗമനങ്ങൾ ഉറപ്പു വരുത്തുന്ന വിഷയത്തിൽ ഭരണകൂടങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുമ്പോൾ പ്രധാനമായും തൊഴിൽ മേഖല അതിൽ വളരെ സുപ്രധാനമാണല്ലോ. ഇപ്പോൾ മെയ് ദിനം കടന്നുപോയതേ ഉള്ളൂ. തൊഴിലിൻ്റെയും തൊഴിലാളികളുടെയും മേന്മയും അവകാശവും അവരുടെ ഗുണ നിലവാരങ്ങളുമൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പോയതെങ്കിൽ ജനങ്ങൾ മടിയന്മാരാകരുത്, അലസന്മാരാകരുത്, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്ന ഒരു സന്ദേശത്തിലേക്ക് ഗവൺമെൻറ്റുകൾ ജാഗ്രത പാലിക്കുമ്പോൾ ആ വിഷയത്തിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെ കാലികമായ സന്ദേശങ്ങളും കൂടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കൽ ആവശ്യമാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാ അകല അഹദുൻ തഅമൻ ഖത്ത് മിൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കരങ്ങളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യത്തിലെ ഭക്ഷ്യം അത്ര മെച്ചപ്പെട്ടൊരു ഭക്ഷണം വേറെ ആരും കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വയം ജോലി ചെയ്ത് തൊഴിൽ കണ്ടെത്തി ജീവിതാവശ്യങ്ങളൊക്കെ നിർവഹിക്കണമെന്ന
ഒരു അതിമഹത്തായ സന്ദേശമാണല്ലോ ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയാണ്, ഇയ്യാകും അൻ തകൂനു അയ്യാബീൻ ഔ മദ്ദഹീൻ ഔ തആനീൻ ഔ മുതവാമിത്തീൻ. നിങ്ങൾ വെറുതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, അവരെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ സ്വയം പൊങ്ങച്ചം നടിക്കുക, പ്രശംസ പറഞ്ഞു നടക്കാം, ഇതൊന്നുമാകല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഔ മുതവാമിത്തീൻ, ജീവച്ഛവം പോലെ ആകരുത്. യഅനി അൻ യജഅല നഫ്സഹു കൽ മയ്യിത്തി ലാ യശ്തഗിൽ. അതെ, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജോലി ചെയ്യാതെ വെറുതെ ശവശരീരം പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾ സജീവമായി കൊണ്ടിരിക്കണം, സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം, ആരോഗ്യം ഉപയോഗപ്പെടുത്തണം, ചിന്തകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബു കുല്ല മുഅ്മിനിൻ മുഹ്തരഫിൻ. തൊഴിൽ ചെയ്യുന്ന എല്ലാ വിശ്വാസികളെയും അള്ളാഹു ഇഷ്ടപ്പെടും. വലാ യുഹിബ്ബുൽ ഫാരിഗ സഹിഹ. ആരോഗ്യമുണ്ട് എന്നാൽ വെറുതെ നടക്കുകയാണ് അലസതയോടെ, അത്തരക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് സഹായത്തിനായി ഒരാൾ വരിക. പ്രവാചകനെ സഹായിക്കാതിരിക്കുമോ? ലോകത്തിന് സഹായം പഠിപ്പിച്ച നിബിധങ്ങളല്ലേ. അതേ സമയത്ത് പ്രവാചകൻ ആ സഹോദരനോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ വീട്ടിൽ ഒന്നുമില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വസ്ത്രമുണ്ട്. നഹ്നു നജ്ലിസു അലൈഹി വനനാമു ബിഹി. ഞങ്ങളത് ഇരിക്കാനും ഉറങ്ങാനും മറ്റു ചില ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം. വഖസ്അത്തുൻ, പിന്നെ ഒരു പാത്രവുമുണ്ട്, അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇഅ്തിനി ബിഹിമാ ജമിഅ. അത് രണ്ടും കൊണ്ടുപോവാ, ഇങ്ങോട്ട് കൊണ്ടുവരൂ. അദ്ദേഹം കൊണ്ടുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തുള്ളവർ ചോദിച്ചു, മൻ യസ്തരി ബിഹാദൈൻ, ആരാണ് ഇതിനെ വിലയ്ക്ക് വാങ്ങാനുള്ളത്? അവിടുത്തെ ഒരു അനുചരൻ പറഞ്ഞു, 1 ദിർഹമിന് ഞാൻ വാങ്ങാം. മറ്റൊരാൾ പറഞ്ഞു, 2 ദിർഹമിന് ഞാൻ വാങ്ങിക്കൊള്ളാം. 2 ദിർഹമിന് ആ വസ്തുക്കൾ വിറ്റു. ആ ദിർഹം ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇൻതലിഖ് വഹ്തതിബ്, വേഗം പോകൂ, എന്നിട്ട് കുറച്ച് വിറക് വെട്ടാൻ വേണ്ടി ശ്രമിക്കൂ. അതുകൊണ്ട് പണി ഉപകരണം. ആ 2 ദിർഹമിൽ 1 ദിർഹം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ വാങ്ങുക, മറ്റു ദിർഹം കൊണ്ട് ഒരു മഴു വാങ്ങി വിറക് വെട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ എത്തി. അല്പം സമ്പാദ്യം കിട്ടി. നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് വരുമ്പോൾ ചോദിച്ച് അയച്ചു നടക്കുന്നതിൻ്റെ ഒരു പുള്ളി അടയാളം മുഖത്തുണ്ടാവും, അതിനേക്കാളൊക്കെ അങ്ങേക്ക് ഉത്തമം ഇതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സംഭവം വ്യക്തമാക്കുന്നത് ജനങ്ങൾ എപ്പോഴും തൊഴിൽ മേഖലയിൽ സജീവമാക്കണം എന്ന ഒരു അതിമഹത്തായ പാഠമാണ്. മെയ് ദിനം കടന്നുപോയ സന്ദർഭത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങളെ സജീവമായി ലോകം വിലയിരുത്തുന്ന ഈ സന്ദർഭത്തിൽ പുതിയ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടു വന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ ദിക്കുകളിലും തൊഴിൽ രംഗത്ത് പുത്തുണർവുകൾ സൃഷ്ടിക്കാനുള്ള ജാഗ്രത ഭരണകൂടത്തിലും ഉണ്ടാകണം. ജനങ്ങളെല്ലാവരും ഒരുമിച്ചൊന്നായി പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അവധി കൊടുത്ത് ജനനന്മയിൽ നാം എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരുമ തീർക്കേണ്ടവരാണെന്ന അതിമഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിൻ്റെ വികസന പ്രക്രിയയിൽ നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.